ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പെൺകുട്ടിയുടെ അച്ഛനാരാ? ഞാനാ. മണ്ഡപത്തിലേക്ക് കയറി നിൽക്കുക. വരട്ടെ. ഇതെന്താ ലക്ഷ്മണൻ പിള്ള ഇങ്ങനെ? അപ്പൊ പേടിയുണ്ട്. സംഗതി നടക്കൂന്ന് ഒരു ഉറപ്പില്ല അല്ലേ? നീ എന്നെ പെടുത്താൻ നോക്കുകയാണോടാ? അല്ലല്ല, നിങ്ങളുടെ ചങ്കൂറ്റം നടന്നു നോക്കിയതാ. എന്താന്നറിയോ? വട്ടപൂജ. ഇംഗ്ലീഷിൽ എന്താ പറയാ? ബിഗ് സീറോ. നിനക്കറിയാം ഈ ജോലി പോയി കഴിഞ്ഞാൽ തെരുവ് നായേക്കാൾ കഷ്ടമാണ് നിന്റെ കാര്യമൊന്ന്. സാറേ, കമ്മീഷണർ വിളിച്ചിരുന്നു. ദേഹോപദ്രവമൊന്നും. ചന്ദ്രബോസേ, വിഷ്ണുവിന് ഒറ്റ വാക്കേ ഉള്ളൂ, ഒറ്റ തന്തയും. നിനക്കെന്നെ ഈ സെല്ലി വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്ത് കാണിച്ച ഞാൻ നിനക്ക് ശൗര്യം ചെയ്തുതരും കേട്ടാ. ഇത്ര ചങ്കൂറ്റത്തോടെ വാത് വെക്കാൻ തനിക്ക് സാധിക്കില്ലടോ. കാരണം വിഷ്ണു ആണാ, നല്ല ഒന്നാന്തരമാണ്. നമുക്ക് കാണാടാ. ഓ, കാണാം. സാറേ, കമ്മീഷണർ വലുതായിട്ട് ആൾക്കാരൊന്നും ഇല്ലല്ലോ. എന്തോ രഹസ്യമുണ്ട്, ആർക്കറിയാം. എന്താ സുനന്ദേ, എന്താ നിങ്ങൾ അടക്കത്തി പറഞ്ഞത്? എന്റെ സാരിയെ കുറിച്ചാണോ? അതല്ലേ ചേച്ചി, ഹേമേട്ടത്തി ചോദിക്കുമായിരുന്നു കല്യാണത്തിന് വലിയ ആളൊന്നും ഇല്ലല്ലോ എന്ന്. നമ്മൾ ആരെയും വിളിച്ചില്ലെന്നാ ചോദിക്കുന്നേ. അതെന്ത് വർത്താനാ ഹേമേ നീ പറയുന്നത്? എന്റെ ഒരേ ഒരു മോന്റെ കല്യാണം ഇത്. നമ്മുടെ സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും വലിപ്പത്തെക്കുറിച്ച് ഏറ്റവും അധികം അറിയാവുന്ന നീ തന്നെ ഇത് പറയണം. കല്യാണമൊക്കെ ഉത്രാട ഹാളിലല്ലേ, ഇവിടെ ഒരു ചടങ്ങ് മാത്രം. ഈ ക്ഷേത്രത്തിൽ വെച്ച് താലി ചേർത്താന്ന് അവന്റെ അച്ചമ്മ നേർന്ന നേർച്ചയാ. അത് നടത്താതിരിക്കാൻ പറ്റുമോ? ഇനി നടത്താതിരുന്ന കല്യാണം കഴിഞ്ഞ് 4-ന്റെ അന്ന് അടിയിടിയൊക്കെ ആയാ നമ്മളോർക്കും ഈ വഴിപാട് നടത്താഞ്ഞിട്ടാന്ന്. എന്തായാലും ഒരു പരീക്ഷണം വേണ്ട. കല്യാണമല്ലേ, ആ ചടങ്ങ് ഇവിടെ വെച്ച് നടത്തിയിട്ട് ഹാളിലേക്ക് പോകാന്ന് വെച്ചു. അഷ്ടമംഗല്യ താലം കൊടുത്ത് പെൺകുട്ടിയെ വിളിക്കൂ. അതിനു മുമ്പ് ചെക്കനെ വിളിച്ച് ഇങ്ങോട്ടിരുത്തുക. മോനെ, അങ്ങോട്ടിരിക്കെ. മോന്റെ ഇഷ്ടം നോക്കിയുള്ള കല്യാണം. നമ്മൾ ആവശ്യപ്പെട്ടതൊക്കെ അവര് തരാന്നും പറഞ്ഞു. പിന്നെ ഞാനായിട്ട് അവന്റെ ഇഷ്ടത്തിന് എന്തിനാ എതിര് നിൽക്കുന്നേ? ഞാനും അങ്ങ് സമ്മതിച്ചു. ചേച്ചി എന്താ ചേച്ചി, വല്ല അനാഥാലയത്തിൽ നിന്നാണോ ചെറുക്കന് പെണ്ണിനെ നോക്കിയത്? ഇതിന്റെ കയ്യിലും കഴുത്തിലും ഒന്നും ഇല്ലല്ലോ.
പെൺകുട്ടിയുടെ അച്ഛനാരാ? ഞാനാ. മണ്ഡപത്തിലേക്ക് കയറി നിൽക്കുക. വരട്ടെ. ഇതെന്താ ലക്ഷ്മണൻ പിള്ള ഇങ്ങനെ? പറഞ്ഞുറപ്പിച്ചതൊന്നും ഇതിന്റെ കയ്യിലും കഴുത്തിലൊന്നും കാണുന്നില്ലല്ലോ. പത്മാവതി അമ്മേ, കാര്യങ്ങളൊക്കെ വിനീതിനോട് സൂചിപ്പിച്ചിട്ടുള്ളതാ. കല്യാണത്തിന് കൃത്യം സ്വർണ്ണം എണ്ണി തിട്ടപ്പെടുത്തി 1 ഗ്രാം പോലും കുറയാതെ വാങ്ങിയതുമാ. പക്ഷെ കഷ്ടകാലമെന്ന് പറയട്ടെ, അത് നഷ്ടപ്പെട്ടു പോയി. പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ സ്വർണം കണ്ടെത്തി തരാമെന്ന് പോലീസുകാർ ഏറ്റിട്ടുണ്ട്. അത് കിട്ടിയ ആ നിമിഷം ഞാനത് പത്മാവതി അമ്മയെ ഏൽപ്പിക്കാം. ഇതൊരുമാതിരി നാണം കേട്ട ഏർപ്പാടായി പോയല്ലോ ലക്ഷ്മണൻ പിള്ളേ. പറഞ്ഞുറപ്പിച്ച സ്വർണം ഇല്ലാതെ, യാതൊരു ഉളുപ്പും ഇല്ലാതെ, പിന്നെ എന്തർത്ഥത്തിലാ ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? അത് പോട്ടെ, എങ്ങനെ ആരെ പറ്റിച്ചായാലും കല്യാണം നടന്നാ മതി എന്ന് കരുതി വന്നതായിരിക്കും. ഇവളുടെ പ്രായം അതല്ലേ. അതുപോലെയാണോ ലക്ഷ്മണൻ പിള്ളേ നിങ്ങള്? വിളിച്ചപ്പോ തന്നെ ചാടി ഓടി പെണ്ണിന്റെ കൈയും പിടിച്ചു കൊടുക്കാനായിട്ട് വന്നല്ലോ. ഇങ്ങനൊരു വിഷയമുണ്ടെന്ന് ഇവിടെ വന്നിട്ടാണെങ്കിലും തനിക്കൊന്നും പറയാൻ പാടില്ലായിരുന്നോ? ഞാൻ എന്റെ മകനെ ഇങ്ങനെ വേഷം കെട്ടി ഇവിടെ നിർത്തുമായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ മോള് വിളിച്ച് വിനീതിനോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഉറപ്പിലാ ഞങ്ങൾ വന്നത് തന്നെ. ആണോടാ? നീ ഞാൻ അറിയാതെ വല്ല ഉറപ്പും കൊടുത്തോ ഇവർക്ക്? ഏയ്, എനിക്ക് നമ്പർ പറയുന്നത് കേൾക്കാനൊക്കൂ. ഇവരാരെങ്കിലും ഒക്കെ പറയുന്നത് ഞാനെന്തിനാ കേൾക്കുന്നേ? ദേ, എന്റെ മകൻ പറഞ്ഞത് കേട്ടല്ലോ. ഞാൻ പറയുന്നത് ഇവൻ കേൾക്കും. ഞാനേ ഇവനെ അങ്ങനെയാ വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി. ദൈവം, ഇത് എന്റെ മകളുടെ ജീവിതം ഇല്ലാതാക്കരുത്. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ ഈ സ്വർണം കൊണ്ടുതരും. ഞാൻ നിങ്ങളെ കാല് പിടിക്കാം. ഞാൻ അപ്പോഴേ ഇവനോട് പറഞ്ഞതാ, ഈ ഗതികെട്ട ആൾക്കാരുമായിട്ട് നമുക്ക് ഒരു ബന്ധവും വേണ്ടാന്ന്. നിനക്കിപ്പോ തൃപ്തിയായില്ലടാ. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരുമായിട്ട് ബന്ധം സ്ഥാപിച്ച നമ്മുടെ തുണിയും പറിച്ചോണ്ട് അവരങ്ങ് പോവും. ഇനിയെങ്കിലും നീ അതൊന്ന് മനസ്സിലാക്ക്. ഇനി നിനക്ക് ഈ ബന്ധം വേണോ? വേണ്ടല്ലോ. വേണ്ട. എന്നാ പിന്നെ വാ. പത്മാവതി അമ്മേ, എന്റെ മകളെ കണ്ണീരിൽ ആഴ്ചയിട്ട് പോകരുത്. എനിക്ക് 2 ദിവസം തന്നാ മതി. അതിനുള്ളിൽ ഞാൻ സ്വർണം തന്നിരിക്കും. മകൾക്ക് ഇത്രയും പ്രായമായി മൂത്ത് തിരുവായിട്ടും നടക്കാത്ത കാര്യം 2 ദിവസം കൊണ്ട് നടത്തുമെന്ന്